വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മക്കൾക്ക് വിവിധ കോളേജുകളിൽ ഭൗതിക വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ആ മക്കളുടെ ദീൻ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്നാണ് ഖുതുബയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ദീൻ സ്വയം പഠിക്കുന്നവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാർക്കും മാത്രമല്ല മഹത്വം, ദീൻ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും വലിയ മഹത്വമുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും നല്ല മനുഷ്യർ ഖുർആൻ സ്വയം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന മുദരിസമാരും മുഅല്ലിമുമാരും മാത്രമാണ് ഏറ്റവും നല്ല മനുഷ്യർന്നാണ്. എന്നാൽ ഹിജറ 403 വഫാത്തായ മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു അബുൽ ഹസൻ അലി അൽ ഖാബിസി. തബഖാത്തുൽ ഹുഫാദിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാബിസിയെ പറ്റി. ആരാ ഖാബിസി എന്ന് പറഞ്ഞാൽ? റഅസും ഫിൽ ഫിഖ്. അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഫിഖ്ഹിൻ്റെ ഹെഡായിരുന്നു. മാലിക്കി മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിലെ അവസാന വാക്കായിരുന്നു അബുൽ ഹസൻ അലിയിൽ ഖാബിസി. പുറമെ അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ലാത്തയാളായിരുന്നു, ജന്മനാ കാഴ്ചയില്ലാത്ത ആളായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് കാഴ്ചശേഷി നഷ്ടപ്പെട്ടയാളായിരുന്നു. പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിലും കാഴ്ചയില്ലാതിരുന്നിട്ട് പോലും പ്രഗത്ഭനായ പണ്ഡിതനായി തീർന്ന മഹാനായ അബുൽ ഹസൻ അലി അൽ ഖാബിസി എന്നവർ. അദ്ദേഹത്തോട് വന്നിട്ട് ഒരാൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം കൂടി കേട്ടതിന് ശേഷം അദ്ദേഹം ചോദ്യങ്ങൾക്ക് മുഴുവനും മറുപടിയായിട്ട് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. അർ-റിസാലത്തുൽ മുഫസ്സില എന്ന് പറയുന്ന ഗ്രന്ഥം. മുതഅല്ലിമീങ്ങളുടെയും മുഅല്ലിമീങ്ങളുടെയും അദബുകളും ഖുർആൻ പഠിക്കുന്നവർ പാലിച്ചിരിക്കേണ്ട മര്യാദകളും ഒരുപാട് അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ആ ചോദ്യകർത്താവ് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, അമ്മാ സുആലുക അമ്മൻ യുഅല്ലിമുൽ ഖുർആന ലിവലദി ഫസയക്ഫീക മിൻ ഖൗലിർ റസൂൽ. മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ പറ്റി നീ എന്നോട് ചോദിച്ചല്ലോ, അതിനൊരൊറ്റ ഒരു മറുപടിയേയുള്ളൂ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ സ്വന്തം ഖുർആൻ പഠിക്കുകയും അത് മക്കൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണ് എന്നാണ് അതിനർത്ഥം വെക്കേണ്ടത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വല്ലദീ യുഅല്ലിമുൽ ഖുർആന ദാഖിലുൻ ഫീ ഹാദൽ ഫളൽ. സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും ഈ വലിയ മഹത്വത്തിന് അർഹരാണ്. എന്നിട്ട് മഹാനവറുകൾ തന്നെ ഒരു ചോദ്യവും ഉത്തരവും ആ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. മക്കളെ ഉസ്താദന്മാരുടെയും പിന്നെ മുദരിസന്മാരുടെയും മറ്റൊക്കെ മുന്നിൽ പറഞ്ഞേക്കുമ്പോൾ അവർ സ്വന്തം ഖുർആൻ പഠിപ്പിക്കുന്നില്ലല്ലോ, പഠിപ്പിക്കുന്നത് വേറെ ഉസ്താദന്മാരല്ലേ, പിന്നെ എങ്ങനെയായി ഹദീസിൻ്റെ പരിധിയിൽപ്പെടുക? അതിന് മഹാനവറുകൾ മറുപടി പറഞ്ഞു, മക്കളെ ആലിമാക്കാൻ ദർസിലും കോളേജിലും ഹിഫ്ളിന് വേണ്ടിയൊക്കെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ അവർക്ക് ആ സമയം അതേ മക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് എത്ര ഭൗതികമായ നേട്ടങ്ങൾ നേടാമായിരുന്നു. ഗൾഫിലേക്ക് പറഞ്ഞേക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് മേഖലയിലേക്കോ ഭൗതിക കലാലയങ്ങളിലേക്കോ പറഞ്ഞേച്ചിട്ട് വിദ്യാഭ്യാസം കൊടുത്തിട്ട് ദുനിയാവുണ്ടാക്കാമായിരുന്നല്ലോ. പക്ഷേ അതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ മക്കൾ ദീനിൻ്റെ ഖാദിമീങ്ങളായി വളരണം, ആഖിറത്തിൽ എനിക്ക് ഉപകാരപ്പെടണം, ഞാൻ മരിച്ചാൽ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യണം എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ ഒരു കുട്ടിയെ ദർസിലേക്കോ മദ്രസയിലേക്കോ കോളേജിലേക്കോ പറഞ്ഞേക്കുന്നത് അത് വലിയ നന്മയാണ്. അത്തരം രക്ഷിതാക്കൾ മിനസ്സാബിഖീന ബിൽ ഖൈറാത്ത്, എല്ലാ നന്മയിലും മുൻപന്തിയിൽ നിൽക്കുന്ന വലിയ മഹാന്മാരുടെ കൂട്ടത്തിൽ പെടാൻ മക്കളെ ദർസിൽ പറഞ്ഞേക്കുന്നത് കാരണമാണെന്ന് ഹിജറ 403 വഫാത്തായ മഹാനായ അബുൽ ഹസൻ അലി അൽ ഖാബിസി എന്നവർ അദ്ദേഹത്തിൻ്റെ റിസാലത്തുൽ മുഫസ്സില എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശാലമായി രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ദുനിയാവിൽ ഉസ്താദന്മാരുടെയും മുതഅല്ലിമീങ്ങളുടെയും അതേ സ്ഥാനത്തേക്ക് എത്തുന്നവർ തന്നെയാ സ്വന്തം മക്കളെ ദർസ് പഠിക്കാൻ വേണ്ടി, ദീൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ.
പഴയകാലത്ത് അതുകൊണ്ട് തന്നെ വലിയ വലിയ ആളുകൾ തന്നെ, രാജാക്കന്മാർ തന്നെ ദർസിലേക്ക് മക്കളെ പറഞ്ഞയച്ചിരുന്ന ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാം. താലീമുൽ മുത്താലിമിൽ അസ്മഇ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ്റെ അടുത്തേക്ക് ഹാറൂൺ റഷീദ് രാജാവ് തൻ്റെ മകനെ പറഞ്ഞയച്ച ഒരു ചെറിയ സംഭവം പറയുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ മഅ്മൂൻ രാജാവ് മകനെ പറഞ്ഞയച്ചത് കാണാം. അതേപോലെ തന്നെ ഹാറൂൺ റഷീദ് രാജാവ് തൻ്റെ മുഹമ്മദുൽ അമീൻ എന്ന് പറയുന്ന മകനെ അക്കാലഘട്ടത്തെ പ്രഗത്ഭനായിരുന്ന ഷെയ്ഖുൽ അഹ്മറിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഉസ്താദിന് കൊടുത്ത ഒരു ഉപദേശം, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് മഹാനവറുകൾ ഉസ്താദിന് നൽകിയിട്ടുള്ളത്. താരീഖ് ഇബ്നു ഖൽദൂനിൽ അത് കാണാം. എന്താ ഉപദേശിച്ചത്? കുറേ ഉപദേശിച്ച് ഉസ്താദിനോട് ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മോൻ, ഒരു രാജാവായ ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ ദർസിലേക്ക് ചേർത്തത് എൻ്റെ മകൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ശ്വാസം പോലും അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാ തമുറു ബിക സാഅത്തുൻ ഇല്ലാ വ അൻത മുഗ്തനിമുൻ ഫായിദത്തൻ തുഫീദുഹു ബിഹാ. നിങ്ങൾ എന്തെങ്കിലും ഒരു സെക്കൻഡ്, ഒരു നിമിഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൽമിയായ ഗുണം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ ആ ഗുണം അത് എൻ്റെ മകനിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എൻ്റെ മകൻ നിങ്ങളുടെ അടുത്തിരുന്നിട്ട് ദർസ് പഠിക്കുന്ന കാലയളവിൽ ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും അവൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമില്ലാതെ, ഒരു ഉപകാരമില്ലാതെ അനാവശ്യമായി പായായി പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ എന്നായിരുന്നു ഹാറൂൺ റഷീദ് രാജാവ് ആ ഉസ്താദിന് കൊടുത്ത നിർദ്ദേശം. അപ്പം അത്രയും താല്പര്യമായിരുന്നു പഴയകാല ആളുകൾക്ക് മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് ദീൻ പഠിച്ചിട്ട് വളരണമെന്ന്. അതിനെക്കൊണ്ടേ ഉപകാരം ഉണ്ടാവുള്ളൂ. ഭൗതികം നമ്മളെത്ര പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിനെ പറ്റി മുഴുവനും അല്ല പറഞ്ഞത് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. നിങ്ങൾ ദുനിയാവ് എത്ര പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്ത് ദുനിയാവ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ദുനിയാവിനെ പറ്റി കുറച്ചല്ല പറഞ്ഞത്? മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പല കാരണങ്ങളും പറഞ്ഞിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞത്, ദുനിയാവ് എത്ര ഉണ്ടാക്കിയവനിക്കും അവൻ്റെ നാളത്തെ അവസ്ഥ അറിയില്ലല്ലോ. അവൻ്റെ നാളത്തെ അവസ്ഥ അറിയില്ലല്ലോ. വലിയ കൊട്ടാരം പണിതോനും ചിലപ്പോൾ നാളെ പോയിട്ട് കബറിൽ കിടക്കേണ്ടി വരും. എല്ലാം ഒഴിവാക്കി പോകേണ്ടതിനെ പറ്റി ഏത് സമയവും ദുനിയാവുണ്ടാക്കുന്നവൻ പേടിയില്ല. അതേസമയം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഏക്കർ സ്ഥലം കിട്ടണ്ട, ഒരു സെന്റ് സ്ഥലം കിട്ടണ്ട, ഒരു വടി വെക്കാനുള്ള സ്ഥലം, ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളും ഹൈറ. എന്തുകൊണ്ട്? സ്വർഗത്തിൽ പോയ മനുഷ്യന് നാളെ എന്താണെന്നറിയാം. ഓനിക്ക് 100% ഉറപ്പാ ഞാൻ മരിക്കൂല എന്ന്. സ്വർഗത്തിലേക്ക് മനുഷ്യർ കടന്നു കഴിഞ്ഞാൽ മരണത്തെ ഒരു കൂറ്റനാടിൻ്റെ കോലത്തിൽ കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് അല്ലാഹു തആല അറുത്ത് കളയും. എന്നിട്ട് സ്വർഗത്തിലെ മനുഷ്യരോട് പറയും, ഇനി നിങ്ങൾക്ക് മരണമില്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തിയ മനുഷ്യന് നാളെ പറ്റി പേടിയില്ല. അതേസമയം നമ്മൾ എന്ത് ദുനിയാവുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നാളെ എന്താണെന്ന് ആർക്കും പറയാൻ കഴിയൂല. അപ്പം നാളേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കേണ്ടത് നമ്മുടെ മക്കളെ ദീൻ പഠിപ്പിച്ചുകൊണ്ട്, ഇൽമു പഠിപ്പിച്ചുകൊണ്ട്, ആഖിറത്തിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. അതാണ് ഖുതുബയിൽ നിങ്ങൾ കേട്ടത്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ സ്വശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ പോകാതെ ശ്രദ്ധിക്കണേ എന്നതിന് കൊടുത്ത തഫ്സീർ എന്താണ്? അദ്ദിബൂഹും വഅല്ലിമൂഹുമുൽ ഖൈർ. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ധാരാളം നല്ലത് പഠിപ്പിച്ചു കൊടുത്തോളൂ. അതാണ് നരകത്തിൽ പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല വകുപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയ ഇൽമു പ്രദാനം ചെയ്യട്ടെ.